അപ്പോൾ RPF-ലേക്കുള്ള നോട്ടിഫിക്കേഷൻ അടുത്ത മാസം 15 കൂടി റിലീസ് ചെയ്യാൻ പോകുന്ന കാര്യം ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. ആ തസ്തികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഫിസിക്കൽ എങ്ങനെയാണ്, കോൺസ്റ്റബിൾ ആയാലും സബ് ഇൻസ്പെക്ടർ ആയാലും അതിൻ്റെ ഫിസിക്കൽ എങ്ങനെയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ മുൻപ് നമ്മൾ RPF-ൻ്റെ എക്സാമിൻ്റെ സിലബസും പിന്നെ ഒരു പാറ്റേൺ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് RPF-ൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും മുൻപേ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോരുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റാണ്. രണ്ട് തസ്തികയുടെയും കോൺസ്റ്റബിളിൻ്റെയും സബ് ഇൻസ്പെക്ടറിൻ്റെയും ഫിസിക്കലാണ് നോക്കുന്നത്. സോ എനിവേ നിങ്ങൾക്ക് മുൻപ് ചെയ്ത എക്സാമിനേഷൻ പാറ്റേണിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഉടനെ വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷനൊക്കെ തന്നെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് റിലീസ് ചെയ്തിട്ടുള്ളത് RPF റെയിൽവേ തന്നെയാണ്, RRB ആണ് റിലീസ് ചെയ്തിട്ടുള്ളത്. എനിവേ നമുക്ക് ഇതിൻ്റെ ഒരു ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഒരു മെത്തേഡിലേക്ക് കടക്കാം. എങ്ങനെയാണിത് സെലക്ഷൻ നടത്തുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ക്രൈറ്റീരിയ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് സബ് ഇൻസ്പെക്ടറിൻ്റെ നോട്ടിഫിക്കേഷനും നമ്മുടെ റെയിൽവേ ഈ തവണ വിളിക്കുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം അടുത്ത മാസം നമുക്ക് 15-ാം തീയതിയോടുകൂടി നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 20 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഫിസിക്കലിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ അപേക്ഷിക്കുന്ന പുരുഷന്മാർക്ക് 165 സെൻറ്റിമീറ്റർ ഉയരം വേണം. ജനറൽ OBC വിഭാഗത്തിൽപ്പെടുന്ന പുരുഷന്മാരാണ്. ബാക്കിയുള്ളവർക്കും ഇതേ ഹൈറ്റ് തന്നെയാണ് വേണ്ടത്. SC ST ഇവിടെ കാണുന്നുണ്ട്, അതിലേക്ക് കടക്കാം. അതിനു മുമ്പ് ആദ്യമുള്ള കാര്യത്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ 165 സെൻറ്റിമീറ്റർ ഉയരം വേണം പുരുഷന്മാർക്ക്. വനിതകൾക്കാകുമ്പോൾ ഏകദേശം 157 സെൻറ്റിമീറ്റർ ആണ് ഉയരം പറഞ്ഞിട്ടുള്ളത്. 157 ആണ് പറഞ്ഞിട്ടുള്ളത്. ചെസ്റ്റ് ഏകദേശം 80 സെൻറ്റിമീറ്റർ വേണം. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് 85 ആക്കാൻ സാധിച്ചിരിക്കണം. അത് പുരുഷന്മാർക്ക് മാത്രമാണ് ബാധകമായിട്ടുള്ളത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ SC STക്കുള്ള ഹൈറ്റ് നമുക്ക് നോക്കാം. വനിതകൾക്കും പുരുഷന്മാർക്കുള്ളത് നോക്കാം. ആദ്യം തന്നെ പുരുഷന്മാർക്ക് 160 സെൻറ്റിമീറ്റർ ആണ് SC STയിൽ അപേക്ഷിക്കുമ്പോൾ ഹൈറ്റായിട്ട് വേണ്ടത്. പിന്നെ വനിതകൾക്ക് 152 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ കാര്യം പുരുഷന്മാർക്ക് ജസ്റ്റ് 76.2 സെൻറ്റിമീറ്റർ ആണ് ചെസ്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 81.2 സെൻറ്റിമീറ്റർ ആക്കാൻ സാധിച്ചിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫിസിക്കൽ മെഷർമെൻ്റ് ആയിട്ട് വരുന്നത്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആയിട്ട് ഇതായിരിക്കും ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഫിസിക്കൽ മെഷർമെൻറ്റിൽ ഈ ക്രൈറ്റീരിയ നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഏജിൽ റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. SC STക്ക് 5 വർഷത്തെയും OBC ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെയും പ്രായത്തിലിളവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ അപേക്ഷാ ഫീസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. കോൺസ്റ്റബിൾ ആയാലും അതുപോലെ തന്നെ നമ്മുടെ SI ആയാലും 500 രൂപ അപേക്ഷാ ഫീസ് നിർബന്ധമായിട്ടും അടച്ചിരിക്കണം. ഇത് പ്രീവിയസ് ഇയറിലെ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അതായത് മുൻപേ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണിത്. അപ്പോൾ ഇതിൽ പറയുന്നത് 500 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. അതിൽ പരീക്ഷ എഴുതുകയാണെങ്കിൽ 400 രൂപ നിങ്ങൾക്ക് തിരിച്ചു കയറുന്നതായിരിക്കും ബാങ്കിലേക്ക്. അപ്പോൾ 100 രൂപ മാത്രമാണ് അപേക്ഷാ ഫീസ്. അതെല്ലാ ഉദ്യോഗാർത്ഥികൾക്കും 500 രൂപയാണ് അപേക്ഷാ ഫീസ്. ഇനി SC ST അതുപോലെ തന്നെ ഫീമെയിൽ ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അവർക്ക് 250 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് പറയുന്നത്. അവർ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ എഴുതുകയാണെങ്കിൽ ആ 250 രൂപയും ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറുന്നതുമായിരിക്കും. ഓൺലൈനായിട്ടാണ് ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇതിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ റണ്ണിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ സബ് ഇൻസ്പെക്ടറിൻ്റെതാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. പിന്നീട് നമുക്ക് ഇതിൻ്റെ നോക്കാം, കോൺസ്റ്റബിളിൻ്റെ നോക്കാം. അപ്പോൾ സബ് ഇൻസ്പെക്ടർ തസ്തികയിൽ 1600 മീറ്റർ ദൂരം ഓടി തീർത്താനായിട്ട് 6 മിനിറ്റും 30 സെക്കൻഡും ലഭിക്കുന്നതായിരിക്കും. 6.5 മിനിറ്റ് ഓടി തീർത്താനായിട്ട് ലഭിക്കും. പിന്നെ ലോങ് ജമ്പ് പറയുന്നുണ്ട്. 12 ഫീറ്റിൻ്റെ ഒരു ലോങ് ജമ്പാണ് പറയുന്നത്. ഹൈ ജമ്പ് 3 ഫീറ്റ് 9 ഇഞ്ചിൻ്റെ പറയുന്നുണ്ട്. ഇത് പുരുഷന്മാരുടേതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. വനിതകൾക്ക് സബ് ഇൻസ്പെക്ടറിലേക്ക് അപേക്ഷിക്കുമ്പോൾ 1600 മീറ്റർ ഓട്ടമില്ല, 800 മീറ്റർ ഓട്ടമാണ്. 800 മീറ്റർ റേസ് ആണുള്ളത്. അത് 4 മിനിറ്റിൻ്റെ ഉള്ളിൽ ഓടി കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. വനിതകൾക്ക് 800 മീറ്റർ ഓടാൻ 4 മിനിറ്റാണ് അനുവദിച്ചിട്ടുള്ളത്. 9 ഫീറ്റിൻ്റെ ഒരു ലോങ് ജമ്പ് ഉണ്ടാകുന്നതായിരിക്കും. 3 ഫീറ്റിൻ്റെ ഒരു ഹൈ ജമ്പും വനിതകൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. ഈ 1600-ഉം 800 മീറ്ററും ഒറ്റ ഒരു ചാൻസേ ഓടി തീർത്താനായിട്ട് തരത്തുള്ളൂ. അതായത് വീണ്ടും ചാൻസ് നൽകത്തില്ല എന്നിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഹൈ ജമ്പ് അതുപോലെ തന്നെ ലോങ് ജമ്പ് ഈ രണ്ട് കാര്യങ്ങൾക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗിവ് അപ് ടു 2 ചാൻസസ് ഈച്ച്. രണ്ടിനും 2 അവസരങ്ങൾ തരും. ആദ്യം നിങ്ങൾ ചാടിയപ്പോൾ ശരിയായിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ അവസരം കൂടി തരും. രണ്ടിനും തരും. ഹൈ ജമ്പിനും ലോങ് ജമ്പിനും രണ്ടിനും ചാടാനായിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചാടിക്കിടക്കാം. രണ്ടാമത്തെ അറ്റംപ്റ്റിലാണ് നിങ്ങൾ അത് ചാടിക്കിടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ പരിഗണിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഈ ഒരു 1600 മീറ്റർ ഓട്ടം 800 മീറ്റർ ഓട്ടം ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നവരാണ് ഹൈറ്റും ചെസ്റ്റും കാര്യങ്ങളൊക്കെ
അളക്കാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതിൽ നിന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട മെയിൽ കാൻഡിഡേറ്റ് മിനിമം ഹൈറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ ചെസ്റ്റ് മെഷർ ചെയ്യത്തില്ല, അവർ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹൈറ്റും ചെസ്റ്റും എല്ലാം കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നത് പോലെ ഈ നോട്ടിഫിക്കേഷൻ അല്ല, ഉടനെ ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യും. അപ്പോൾ ഇതിലുള്ള ഏകദേശം സെയിം ഡാറ്റ തന്നെയായിരിക്കും അതിലും ഉണ്ടാവുക. അതായത് വിവരങ്ങളൊക്കെ ഇതിലുള്ളതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഹൈറ്റും ചെസ്റ്റും എല്ലാം കൃത്യമായിരിക്കണം. ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞാൽ, അതായത് ഫിസിക്കലിൻ്റെ ഓട്ടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലാണ് ഈ ഹൈറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ടില്ലെങ്കിൽ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കുമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫിസിക്കൽ മെഷർമെൻറ്റും അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഈ കാര്യത്തിലൊന്നും മാർക്കൊന്നുമില്ല. അത് ക്വാളിഫയിങ് ആണ്, ക്വാളിഫയിങ് ഇൻ നാച്ചർ. അത് ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി, അതിന് പ്രത്യേകിച്ച് മാർക്ക് നൽകുന്നില്ല. ഇതാണ് സബ് ഇൻസ്പെക്ടറിൻ്റെ ഒരു ഫിസിക്കലിൻ്റെ ഒരു രീതിയായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് കോൺസ്റ്റബിളിൻ്റെ നോക്കാം. അപ്പോൾ കോൺസ്റ്റബിളിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ മിനിമം നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാൻ 10ാം ക്ലാസ് മതി. ഓൾമോസ്റ്റ് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ 18 വയസ്സ്, മിനിമം 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ഇതിന് ഹൈറ്റ് പറയുന്നത് 165 സെൻറ്റിമീറ്റർ ആണ്. പുരുഷന്മാർക്ക് ഹൈറ്റ് പറയുന്നത് 157 സെൻറ്റിമീറ്റർ ആണ്. വനിതകൾക്ക് ഹൈറ്റ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ചെസ്റ്റ് പറയുന്നത് 80 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 85 ആക്കാൻ സാധിച്ചിരിക്കണം. അത് പുരുഷന്മാർക്ക് മാത്രമേ ബാധകമായിട്ടുള്ളൂ. അതുപോലെ SC/ST പെടുന്ന ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുമ്പോൾ പുരുഷന്മാർക്ക് 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം, വനിതകൾക്ക് 152 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ കാര്യം 76.2 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 81.2 സെൻറ്റിമീറ്റർ ആക്കാൻ സാധിച്ചിരിക്കണം. ഇത് പുരുഷന്മാർക്ക് മാത്രമേ ബാധകമായിട്ടുള്ളൂ. അപ്പോൾ ഹൈറ്റ് വ്യത്യാസം വരുന്നത് SC/STക്കാണ്. വനിതകൾക്കും പുരുഷന്മാർക്കും ഉള്ള ഹൈറ്റും കാര്യങ്ങളൊക്കെ കോൺസ്റ്റബിളിൻ്റേത് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഇതിന് പ്രായത്തിൽ ഏജ് റിലാക്സേഷൻ നൽകുന്നുണ്ട്. 5 വർഷം SC/STക്കും 3 വർഷത്തോളം OBC ഉദ്യോഗാർത്ഥികൾക്കും നൽകപ്പെടുന്നതാണ്. പിന്നെ ഫീസിൻ്റെ കാര്യം നമ്മൾ SIൻ്റെ ഫിസിക്കൽ പറയുമ്പോൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഫീസ് അടക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. അതായത് ഓട്ടവും കാര്യങ്ങളും അതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി നമ്മൾ കവർ ചെയ്തതാണ്. അതുകൊണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫിസിക്കലിലേക്ക് കിടക്കുകയാണെങ്കിൽ കോൺസ്റ്റബിൾ തസ്തിക മെയിലിന് ഏകദേശം മെയിൽ കാൻഡിഡേറ്റ്സിന് 1600 മീറ്റർ ഓടാനായിട്ട് 5 മിനിറ്റ് 45 സെക്കൻഡാണ് നൽകപ്പെടുന്നത്. അതുപോലെ തന്നെ ലോങ് ജമ്പ് ഉണ്ട്, 14 ഫീറ്റിൻ്റെ ലോങ് ജമ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഹൈ ജമ്പ് 4 ഫീറ്റിൻ്റെത് ഉണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ കോൺസ്റ്റബിൾ ഫീമെയിൽ തസ്തികയിലേക്ക് 1600 മീറ്റർ ഓട്ടമല്ല വരുന്നത്. 800 മീറ്റർ ഓട്ടം 3 മിനിറ്റ് 40 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 9 ഫീറ്റിൻ്റെ ഒരു ലോങ് ജമ്പും അതുപോലെ 3 ഫീറ്റിൻ്റെ ഒരു ഹൈ ജമ്പും വരുന്നുണ്ടെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഈ ഒരു 1600 മീറ്റർ 800 മീറ്റർ ഈ ഓട്ടങ്ങൾ ഓടിത്തീർത്താനായിട്ട് ഒറ്റ ചാൻസ് നൽകത്തുള്ളൂ. സബ് ഇൻസ്പെക്ടർ പറഞ്ഞതുപോലെ തന്നെ കോൺസ്റ്റബിളിനും സെയിം ആണ്, ഒറ്റ ചാൻസ് നൽകത്തുള്ളൂ. പക്ഷേ ഈ ഒരു ലോങ് ജമ്പ് ഹൈ ജമ്പ് ഇത് ചാടിക്കടക്കാനായിട്ട് നിങ്ങൾക്ക് 2 ചാൻസ് നൽകപ്പെടുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഈ ഒരു 1600 മീറ്റർ 800 മീറ്റർ ഇതൊക്കെ ഓടി പാസ്സായാൽ മാത്രമേ നിങ്ങളുടെ ഹൈറ്റും ചെസ്റ്റും ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ എലിജിബിൾ ആയിട്ട് ആകത്തുള്ളൂ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് ഹൈറ്റ് ചെസ്റ്റ് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള എല്ലാം നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അതായത് മിനിമം ഇതിൽ പറയുന്ന ഹൈറ്റും അതുപോലെ ചെസ്റ്റും അതിൻ്റെ എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ നേരത്തെ നമ്മൾ സബ് ഇൻസ്പെക്ടർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കോളത്തിലുള്ള മുകളിൽ നമ്മളൊരു കോളത്തിൽ ഇതിൻ്റെ ഹൈറ്റും അതുപോലെ തന്നെ ചെസ്റ്റും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇതിൽ പറയുന്നത് പോലെ എല്ലാം കൃത്യമായിട്ട് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ഓട്ടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് സെലക്ട് ആവത്തുള്ളൂ. അതായത് ഇതിൻ്റെ മെഡിക്കലിലേക്ക് നിങ്ങൾ സെലക്ട് ആവത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇതിന് ക്വാളിഫയിങ് നാച്ചറാണ്. ഫിസിക്കലിന് പ്രത്യേകിച്ച് മാർക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിനെ കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ പരീക്ഷയൊക്കെ നമുക്ക് മലയാളത്തിൽ എഴുതാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ചെയ്യും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. മാക്സിമം ഇപ്പോൾ ഈ ഒരു ഫിസിക്കലിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി എക്സാമിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതും കൂടി ഒന്ന് കണ്ട് മനസ്സിലാക്കുക. ഇതിൻ്റെ സെലക്ഷനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിലൂടെ തന്നെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്ത് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളിലാണെന്ന് ഉറപ്പ് വരുത്തുക.